അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് നമ്മൾ എത്രാമത്തെ ഹദീസാണ് പഠിക്കുന്നത്? 17 അല്ലേ? മാഷാ അല്ലാഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് എഴുതിയ ഏത് ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം? ഇതിൻ്റെ പേര് അൽ അർബഊന നവവിയ്യ. ഇമാം നവവി രചിച്ച 40 ഹദീസുകൾ എന്ന പേരുള്ള പ്രസിദ്ധമായ ഗ്രന്ഥത്തിലെ 16 ഹദീസുകൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇതിലുള്ള ഓരോ ഹദീസും, പ്രത്യേകിച്ച് അദ്ദേഹം തിരഞ്ഞെടുത്ത ഏത് ഹദീസ് പരിശോധിച്ചാലും അതിലടങ്ങിയ വാക്കുകളേക്കാൾ വിശാലമായ ആശയമുള്ള ഹദീസുകളാണ്. ചിലപ്പോൾ ഹദീസ് ചെറിയ ഹദീസാവും, പക്ഷെ അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ധാരാളം ഉണ്ടായിരിക്കും. നമ്മളിത്തരം ക്ലാസ്സുകൾ കേട്ടു പോകുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് ഏതായിരുന്നു ഹദീസ്? ദേഷ്യം, ലാ തഗ്ളബ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സ്വഹാബിക്കാണ് ഉപദേശം കൊടുത്തത്? അറിയോ? ഏത് സ്വഹാബിക്കാണ് റസൂൽ ആ ഉപദേശം കൊടുത്തത്? സ്വഹാബിൻ്റെ പേര് ഹദീസിൽ പറയുന്നില്ല, ഒരു വ്യക്തി എന്നാണ് ഹദീസിലുള്ളത് അല്ലേ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. പോട്ടെ, നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് 17ാമത്തെ ഹദീസാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിയുടെ പേര് അബീ യഅല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു എന്നാണ്. എന്താ പേര്? അബീ യഅല ഷദ്ദാദ് ബിൻ ഔസ്. ധാരാളം മഹത്വങ്ങളുള്ള സ്വഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ചെരുപ്പുകൾ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്ന വേളയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റസൂലിനോട് അത്ര കടുപ്പമുള്ള വലിയ മഹാനായ സ്വഹാബിയാണ് അബൂ യഅല ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദബ്ഹ വൽയുഹിദ്ദ അഹദുക്കും ശഫറതഹു വലിയുരിഹ് ദബീഹതഹു. ഇതാണ് ഹദീസ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ്. നമുക്കറിയാം, അസഹു കിതാബിൻ ബഅദ കിതാബില്ലാഹി തആല, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമാണ് ഏത്? സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി എഴുതിയ ആൾ, അല്ലെങ്കിൽ അത് ക്രോഡീകരിച്ച ആളുടെ പേരെന്താ? ഇമാം ബുഖാരി. അപ്പോൾ ബുഖാരി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരാണ്, അത് നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാണ്. ബുഖാരി അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ദറജയിൽ നിൽക്കുന്ന, ആ ഒരു പദവിയിൽ നിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് സ്വഹീഹ് മുസ്ലിം. ഈ 2 ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന എല്ലാ ഹദീസുകളും സ്വഹീഹാണ്. അത് മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു പോരുന്ന കാര്യമാണ്. ബുഖാരിയിലോ മുസ്ലിമിലോ ഒരു ഹദീസ് വന്നാൽ അത് സ്വഹീഹാണ്. കാരണം എന്താ? ഈ 2 പണ്ഡിതന്മാരും 2 ഇമാമുമാരും ഓരോ ഹദീസ് സ്വീകരിക്കുമ്പോഴും അത്രയധികം കണിച്ചത് സ്വീകരിച്ചിട്ടുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാവുക? റസൂലിൽ നിന്നും ഒരു സ്വഹാബികൾക്കും, ആ സ്വഹാബിന്ന് ഒന്നെങ്കിൽ മറ്റൊരു സ്വഹാബികൾക്കും, അല്ലെങ്കിൽ താബിഈയായ ഒരു വ്യക്തികൾക്കും. അങ്ങനെ ഒരു പക്ഷേ 3, 4, 5, 6 ആളുകൾ കഴിഞ്ഞിട്ടാണ് ഹദീസ് ക്രോഡീകരിച്ച ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, ഇമാം നസായിയെ പോലെ, ഇബ്നു മാജ, ഇങ്ങനത്തെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ഇവർ ഈ ഹദീസ് എങ്ങനെ പഠിക്കുക എന്നറിയാം. അപ്പോൾ ഇമാം ബുഖാരിൻ്റെ ഉസ്താദാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുക. ആ ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ ഒരു 4 ആള് റസൂൽ വരെ ഉണ്ടെങ്കിൽ ഇമാം ബുഖാരി ഈ 4 ആളുകളെ കുറിച്ചും പഠിക്കും. 4 ആളുടെ ജീവചരിത്രം മൊത്തം അദ്ദേഹം പഠിക്കും. അതിൽ അവരുടെ ജീവചരിത്രം ഫുള്ള് സംതൃപ്തമാണെങ്കിൽ മാത്രമേ
അയാളിൽ നിന്നുള്ള ഹദീസ് ഇമാം ബുഖാരി സ്വീകരിക്കുള്ളൂ. ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും ചില ഹദീസ് ദഈഫാണ്, ചില ഹദീസ് സ്വഹീഹാണെന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ ബലം എങ്ങനെ ആക്കട്. ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിജ്ഞാന ശാഖ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് ഒരുപാട് പഠിക്കാനുള്ള ഏരിയയാണ് ഹദീസിൻ്റെ സ്വഹീഹും ഹദീസിൻ്റെ ദഈഫും ഒക്കെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ മേഖലയിലൊക്കെ വലിയ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ അത് പൂർണ്ണമായും സഹീഹാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അവർക്കൊരു പക്ഷേ ഇമാം ബുഖാരിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര് പോലും അറിയണ്ടാവില്ല. ആ ഇമാം ബുഖാരിൻ്റെ ഹദീസ് ഗ്രന്ഥം ഒരാവർത്തി പോലും വായിച്ചിട്ടുണ്ടാവില്ല. അത്തരം ആളുകൾ പോലും ഇമാം ബുഖാരിയുടെ ഹദീസിനെ നിഷേധിക്കുന്ന ഖേദകരമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരിക്കലും ശരിയായ നിലപാടല്ല. ഇമാം ബുഖാരിയുടെ ഒക്കെ അല്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാരുടെയൊക്കെ ഹദീസിലുള്ള ഇൽമിനെ കുറിച്ച് പരിശോധിച്ചാൽ നമ്മളൊക്കെ നെട്ടിപ്പോകും. അവരവിടെ പാലിച്ച സൂക്ഷ്മതയൊക്കെ. ഒരിക്കൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യാണ് ഒരു ഹദീസ് ഒരു വ്യക്തിയുടെ അടുക്കലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ആ വ്യക്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഒരു മൃഗത്തെ ഇങ്ങനെ പുല്ല് കാണിച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമല്ലോ, നടക്കാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ. ഇപ്പം മൃഗം നടക്കണില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ആടിനെ കൊണ്ടുപോവുകയാണ്. ഇപ്പം മുമ്പിൽ പ്ലാവിൻ്റെ ഇല വെച്ചിട്ട് ആടിൻ്റെ ബാക്കിൽ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ കാണിച്ചിട്ട് പോലും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അത്രക്ക് സൂക്ഷ്മത പാലിച്ച വ്യക്തിയായിരുന്നു ഇവരൊക്കെ. അപ്പം നമ്മൾ ആ കാര്യം തിരിച്ചറിയും. ഓക്കെ, ഇനി ഹദീസിലേക്ക് വരാം. ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അല്ലാഹു തആല കുല്ലി ഷൈഇൻ, എന്താ കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം, ഷൈഇ എന്ന് പറഞ്ഞാൽ കാര്യം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇഹ്സാൻ, നന്മ വിധിച്ചിരിക്കുന്നു. ഇത് ഒരു മുസ്ലിമിന് നിർബന്ധമായി ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. എന്തിനും നന്മ, ഏതിലും നന്മ. ഒരു മുസ്ലിം അവൻ ഒരു മുഹ്സിനായിരിക്കും, നന്മ ചെയ്യുന്നവരായിരിക്കും. ഒരു യഥാർത്ഥ വിശ്വാസിയിൽ നിന്നും അവൻ്റെ സംസാരത്തിലോ അവൻ്റെ പെരുമാറ്റത്തിലോ അവൻ്റെ ഇടപാടിലോ അവൻ്റെ ഏത് മേഖലയായിക്കോട്ടെ ഇഹ്സാന് നിരക്കാത്തൊരു പ്രവർത്തനം അവനിൽ നിന്നും ഇത് നിർത്തുന്നത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉണ്ടാവാൻ പറ്റൂല. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചില ഇഹ്സാനുകൾ, ചില നന്മകൾ നമുക്ക് പ്രത്യേകം എടുത്തെടുത്ത് പഠിക്കാം. ഒന്ന്, നമ്മൾ ഇമാം നബവിയുടെ ഹദീസ് ഗ്രന്ഥം പഠിച്ചുകൊണ്ടാണ്. അതിൽ രണ്ടാമത്തെ ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ് ഓർമ്മ ഉണ്ടോ? എവിടെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചോ? രണ്ടാമത് പഠിച്ചു നോക്കാം. അപ്പോൾ എത്ര മാസം മുമ്പാ? അങ്ങനെയാണോ? അങ്ങനെ ആവരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വായിച്ചു നോക്കുക. ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞൊരു വലിയ ഹദീസ്. എത്ര ക്ലാസ്സിലാണ് ഞാനല്ല എടുത്തത്, അതുകൊണ്ട് എത്ര ക്ലാസ്സിലാണ് എടുത്തത് നിങ്ങൾക്കറിയില്ല. ആ ഹദീസിൽ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ ചോദിക്കണം? ഒന്ന്, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈമാൻ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ ചോദിക്കണത്? എന്താണ് ഇഹ്സാൻ എന്നാ ചോദ്യം. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. എങ്ങനെ? നീ അവനെ കാണുന്നത് പോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അതായത് ഒരു ഈമാനിൻ്റെ ഒരു പീക്ക് ലെവൽ, ഏറ്റവും പൂർണ്ണമായ അവസ്ഥ നമുക്ക് പറയാൻ പറ്റും ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് ഇത്തരം മുഹ്സിനീങ്ങളെ വലിയ ഇഷ്ടമാണ്. അള്ളാഹ് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹ്ക്ക് ഇഹ്സാൻ ഉള്ളവരെ, മുഹ്സിനായ ആളുകളെ അള്ളാഹ്ക്ക് വളരെയധികം ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ഇഹ്സാൻ എന്താ? ഒന്ന്, അവനെ മാത്രം ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും അള്ളാഹു എന്നല്ലാത്തൊരു വിളി നമ്മുടെ നാവിൽ നിന്ന് വരാൻ പറ്റൂല. അള്ളാഹു അല്ലാത്ത ഒരാളിൽ നമ്മൾ വരമേൽപ്പിക്കാൻ പറ്റൂല.
നമുക്ക് എത്ര പ്രയാസം ഉണ്ടായിക്കോട്ടെ. നമ്മൾ നോക്കി മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹം ആരാ? ഒരു കാലഘട്ടത്തിൽ വലിയ സമ്പത്തിനുടമയായിരുന്നു എന്നാണ്. ധാരാളം സമ്പത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. ധാരാളം മക്കളുണ്ടായിരുന്നു. ഓരോ മക്കളും രോഗം വന്ന് മരണപ്പെട്ട് ഇങ്ങനെ പോവാം. തന്റെ സമ്പത്തെല്ലാം നശിച്ചു. കുടുംബക്കാർ വരെ, സ്വന്തം ഭാര്യ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് അയ്യൂബ് നബിയുടെ രോഗമെത്തിയെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അയ്യൂബ് നബി ആ പ്രയാസഘട്ടത്തിൽ പോലും അയ്യൂബ് നബി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, നമുക്ക് എന്തു പ്രയാസം ഉണ്ടായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ ആ പ്രയാസമൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ നോക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ഒരുപക്ഷെ 16-17 വയസ്സ് കാലഘട്ടത്തിലാണ് തൻ്റെ നാട്ടുകാരോട് തൗഹീദ് പ്രബോധനം ചെയ്യുന്നത്. സ്വന്തം വാപ്പനോട്, വാപ്പാരാ? മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വാപ്പ. ആ വാപ്പനോട് പറഞ്ഞു, യാ അബത്തി, പ്രിയപ്പെട്ട ഉപ്പ, കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഈ വിഗ്രഹത്തെയാണോ ഉപ്പ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? വാപ്പനോടാ ചോദ്യം. വാപ്പ പറഞ്ഞു, ഇബ്രാഹിമെ, തിരിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടു എന്ന് പറഞ്ഞു. ഖാല സലാമുൻ അലൈക്ക്, വാപ്പ ആയിക്കോട്ടെ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. എത്ര വയസ്സ്? 16-17. നാട്ടുകാർ മൊത്തം ഇബ്രാഹിം നബിയെ എതിർത്തു. സമൂഹം ഒന്നടങ്കം ഇബ്രാഹിം നബിക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബിയെ അതിലേക്ക് വലിച്ചെറിയാം. അവർ തീരുമാനിച്ചു. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കെന്താ? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ല മതി, വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. അല്ല എന്താ പറഞ്ഞത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, അല്ലയോ തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവും നൽകുക. ഇബ്രാഹിം നബി തീയിൽ നിന്നും ഒരു രോമം പോലും കരിയാതെ നീറ്റു വന്നു എന്നാണ് അള്ളാന്റെ പ്രൊട്ടക്ഷൻ. നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് നമ്മൾ ഇഹ്സാൻ ചെയ്താൽ നമുക്ക് പിന്നെ ലോകത്തൊരു ശക്തിനും പേടിക്കേണ്ടി വരില്ല. ഇന്ന് പല മുസ്ലിം സമുദായത്തിലെ ആളുകളും അവരാരിലാ വരമേൽപ്പിക്കുന്നത്? ഒരു പുതിയ വണ്ടി എടുത്താൽ നേരെ ഒരു ജാരത്തിലേക്ക് പോകും. ഇവിടെ ഒരു പച്ച തുണി, ഇന്ന് നിങ്ങൾ വെറുതെ ഒന്ന് റോഡിലൂടെ ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി, എത്ര ബൈക്കിന്മേലാണ് പച്ച തുണി കെട്ടിയിട്ടുണ്ടാവുക. ഇതെന്തുകൊണ്ടാണ് കെട്ടുന്നത്? ആരിലാ വരമേൽപ്പിക്കേണ്ടത്? അള്ളാഹുവിൽ. പക്ഷെ ഇവിടെ വരമേൽപ്പിക്കേണ്ടത് ആരില്ല? ജാറത്തിൽ. എത്ര ആളുകളാണ് കയ്യിൽ ചരട് കെട്ടുന്നത്, ഏലസ് കെട്ടുന്നത്? റസൂലിന്റെ വാക്ക് സ്വലാശം പറയാണ്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസോ കോയിക്കല്ലോ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാ. എത്ര മുസ്ലിങ്ങൾ ഇന്നും ഏലസ് കെട്ടി നടക്കുന്നുണ്ട്. എത്ര ഗൗരവമുള്ള വിഷയ പ്രിയപ്പെട്ടവരേത്. ശിർക്കിന്റെ അപകടം എത്ര! അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ വെറുപ്പ. അള്ളാഹ്ക്ക് ഒരാളെ വെറുത്താൽ ഓനെ നമ്മൾ പിന്നെ എങ്ങനെ സ്നേഹിക്കുക? നമ്മൾ ആത്മാർത്ഥമായി. അതുകൊണ്ട് നമ്മൾ ഒരു മുഅ്മിന്റെ ക്വാളിറ്റി പോലും എന്താ? അവന് എന്തെങ്കിലും ഷർറ് ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, നന്മ ബാധിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്തുതി ചെയ്യുന്ന ആ നിലക്ക് പ്രിയപ്പെട്ടവരെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം നാട് വിട്ടു പോവാണ്. നാട്ടുകാരൊന്നും അദ്ദേഹം പറഞ്ഞ കേൾക്കണില്ല. നാട് വിട്ടുപോയി. കപ്പലിൽ, നിങ്ങൾക്ക് ചരിത്രം ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. കപ്പലിൽ പോവാണ്. പോയിക്കൊണ്ടിരിക്കുക, കപ്പൽ ആടി ഉലഞ്ഞു. ഒരാൾ പുറത്ത് കിട്ടണമെന്ന് പറഞ്ഞ് നറുക്കിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലിൽ നിന്ന് പുറത്ത് വിട്ട് ഒരു മത്സ്യം ഒന്ന് വിഴുങ്ങി. യൂനുസ് നബിന്റെ പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് എവിടുന്നാ പ്രാർത്ഥിക്കണേ യൂനുസ് നബി?
കടലിൽ, ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ പ്രാർത്ഥിക്കണത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹ്, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവേ, ഞാൻ തീർച്ചയായും അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഈ പ്രാർത്ഥന 7 ആകാശങ്ങൾക്കുമപ്പുറം അർശിൻ്റെ മേലെ ഇസ്തിവാ ചെയ്തിരിക്കുന്ന അല്ലാഹു കേട്ടുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു തന്നെ നമുക്ക് ധാരാളം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുമായുള്ള ഇഹ്സാൻ നമ്മൾ അത് കൃത്യമായിരിക്കണം. ഒരുപാട് ഇഹ്സാനുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു പറയാൻ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒരാളെ പോലും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എങ്ങനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം? എങ്ങനെ ചെയ്യാം? പറഞ്ഞോളി. അല്ലെ, എമ്മയിപ്പൊക്കെ എന്തെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഒക്കെ തിന്ന് സഹായിച്ചു കൊടുക്കുക. ഞാൻ ഹോസ്റ്റലിലല്ലേ, എന്നേലൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇനി വീട്ടിലൊക്കെ കയറി ഇമ്മനെ സഹായിക്കുക മോശമല്ലേ? നിങ്ങളൊക്കെ ഹോസ്റ്റലിലുള്ള ആൾക്കാരല്ലേ? അല്ലെ, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്നാട് അടിച്ചാരി തുടച്ചൊക്കെ കൊടുത്താൽ ഉമ്മ ഊരവേദന ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, ഇതിപ്പോൾ ഒന്നും ചെയ്യണമല്ലേ? അങ്ങനെയാണ് ഉമ്മനെ സഹായിക്കേണ്ടി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, നമ്മളത് ഉമ്മനോട് പറഞ്ഞിട്ട് ഉമ്മ അത് കേൾക്കണില്ലെങ്കിൽ, ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നോക്കി. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യ, അല്ലാഹ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് നിർബന്ധം? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യ, അവനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഓൻ നരകത്തില, അവന് സ്വർഗം പിന്നെ സ്വപ്നം കാണണ്ട. ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, കാലാകാലം നരകത്തില. അവന് സ്വർഗം നിഷിദ്ധ, അവന്റെ സങ്കേതം നരക. അല്ലാഹുവിന്റെ പാപം ഒരിക്കലും പൊറുക്കൂല, അവന്റെ കർമ്മങ്ങൾ മൊത്തം ബാത്തിലായിത്തീരും. ഒരുപാട് ആയത്തും ഹദീസും വിശദീകരിക്കണില്ല. എന്നിട്ട് അല്ലാഹു പറയാ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അല്ലാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പ്രായമായ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ്. അല്ലേ, നമ്മളാരും, അല്ലെങ്കിൽ നമ്മൾ നല്ല ഇന്നത്തെ പൊതുവെ നിങ്ങളെ മേത്തേക്ക് ഇടണില്ല, പൊതുവെ ചേർന്നാരും പറയില്ല. അതിനും വലിയ ഡയലോഗുകളാണ് ഇന്ന് പലരും മാതാപിതാക്കൾക്ക് നേരെ അടിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് പറഞ്ഞാലൊരു 8-9 മാസമായിട്ടുണ്ടാവും ഏകദേശം. ഒരു തിരുവനന്തപുരത്തൊരു കുട്ടി സ്വന്തം ഉമ്മയെ പോലും ചുറ്റിക്കൊക്കെ അടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയ സന്ദർഭങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, അറിയില്ലേ? വെഞ്ഞാറമൂട്. ഞാൻ എൻ്റെ ഉപ്പാക്ക് ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്, ഡി അഡിക്ഷൻ സെൻ്റർ. മദ്യമയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്ന ആൾക്കാരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് കീഴിലുള്ള സ്ഥാപനം. അവിടെ ഞാൻ ഇതിൻ്റെ കോളേജ് ലീവ് ഉണ്ടാകുമ്പോൾ അവിടെ പോയിരിക്കാറുണ്ട്. അപ്പോൾ ഇവന് അങ്ങനെ ഈ കുടുംബത്തിൽ 5 ആളൊക്കൊന്നും മാതാവ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു ഉമ്മ ഒരു മകനെയും കൊണ്ട് ഇതേ സ്ഥാപനത്തിലേക്ക് വരികയാണ്. എൻ്റെ ഓർമ്മയിലോ +2 എത്തിയിട്ടുള്ളൂ, +2 ഇട്ടോ. എന്നിട്ട് ആ ഉമ്മ വളരെയധികം പേടിപ്പെട്ടുകൊണ്ട് മകനെ കണ്ട് മാറിയപ്പനോട് വന്നൊരു വാക്കുണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങും? നാളെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ എൻ്റെ മകൻ ചുറ്റിക കൊണ്ട് എന്നെ അടിച്ചു കൊല്ലില്ല എന്ന് പറയാൻ എനിക്കെന്ത് ഉറപ്പാണുള്ളത്? ധാരാ പറയണ് ഒരു ഉമ്മ. ആരെക്കുറിച്ച്? തൻ്റെ സ്വന്തം മകനെ കുറിച്ച്. 9 മാസത്തിലധികം 2-2.5 കിലോ ഭാരവുമായി ആ അമ്മ മോനെ പോറ്റി. ഇപ്പോൾ ഇവിടെ സഹോദരിമാർ ധാരാളമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരായ ഞങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കണം, നിങ്ങൾക്ക് അറിയാം ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയും പ്രയാസവും ഒക്കെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ നിർബന്ധം. ഒരു ഉമ്മ ഒരു മകനെ ചുമക്കണത് എങ്ങനെ, ഒരു മകളെ ചുമക്കണത് എങ്ങനെ? വഹ്നൻ അലാ വഹ്ൻ, ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. പ്രയാസത്തിനുമേലെ പ്രയാസമായിക്കൊണ്ട്.
ഞാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 2-2.5 കിലോ ഭാരം വരുന്നൊരു കല്ല് നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ വയറിൽ കെട്ടുക. നമുക്ക് നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ പിന്നെ എത്ര പ്രയാസം ഉണ്ടാവും? മര്യാദയ്ക്ക് നടക്കാൻ കഴിയുമോ? 2.5 കിലോ ഭാരം ഇവിടെ വന്നാൽ കഴിയോ? മലന്നെടുക്കാൻ കഴിയുമോ? കമിഴ്ന്നെടുക്കാൻ കഴിയുമോ? ശരിയാ കഴിയുമോ? പ്രയാസം ഉണ്ടാവില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമാകുന്ന 2-3 കിലോ ഭാരം വരുന്ന ഒരു മകളെ നമ്മുടെ ഉമ്മ ചുമന്ന് നടന്നിട്ടുണ്ട് 8-9 മാസം. അന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് ഒരു ഫംഗ്ഷന് മര്യാദയ്ക്ക് പോകാൻ പറ്റൂല. പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ ഗർഭിണിയായാൽ പല നിലക്കുള്ള സംവിധാനമുണ്ട്. നമ്മളമ്മ നമ്മളെ പ്രസവിക്കുന്ന കാലത്ത് ഈ സംവിധാനമൊന്നുമില്ല. പ്രയാസത്തിനുമേലെ പ്രയാസമായിക്കൊണ്ട് എൻ്റെ ഉമ്മ എന്നെയും നിങ്ങളുടെ ഉമ്മ നിങ്ങളെയും പോറ്റി വലുതാക്കി. നമ്മുടെ ചെവിയിൽ ഒരു പ്രാണി പോയി, അത് ഇതിലങ്ങനെ തിരിഞ്ഞു കളഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിനെ തിരിച്ചു കിട്ടിയാൽ ഒറ്റയടിക്ക് നമ്മളതിനെ കൊല്ലൂലേ? പുറത്ത് കണ്ട് കിട്ടി വിട്ടാൽ ആ ദേഷ്യം കൊണ്ട്. എന്നാലേ നമ്മളാകുന്ന ഭാരത്ത് ഉമ്മ 9 മാസം പോറ്റിയിട്ടു. ഉമ്മാൻ്റെ വയറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഉമ്മക്ക് സഹിക്കാൻ സാധിക്കാതെ വേദന ഉണ്ടായിട്ടുണ്ട്. ഉമ്മ അപ്പോഴും ആ വേദനയൊക്കെ മറന്നത് നമ്മളെ സ്നേഹത്തിൻ്റെ ഒരു ചുംബനം നൽകിയപ്പോഴാണ്. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മ നമ്മളെ പോറ്റി വലുതാക്കിയിട്ടുണ്ട്. ഇന്ന് പല മക്കൾക്കും മാതാപിതാക്കളെ അനുസരിക്കാനും, അവർ രോഗം തിരിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തന്ത വൈബാണ് തള്ള വൈബാണെന്ന് പറഞ്ഞിട്ട് അവരവഗണിക്കുന്ന പല മക്കളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഹോസ്റ്റൽ പഠിക്കുന്ന നിങ്ങളോട് പറയാണ്, നമ്മൾ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും വിളിക്കാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത്. ഒരു ദിവസം പോലും എന്നും വിളിക്കണം. അത് നമ്മൾ അവരോട് ചെയ്യേണ്ട നന്മയുടെ ഭാഗമാണ്. എന്നും നമ്മൾ വിളിക്കുന്നവരുണ്ടാകും. എന്നും നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉമ്മാനിപ്പാനും വിളിക്കണം. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടായിക്കോട്ടെ, ഒരു 5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മൾ അവരോട് സംസാരിക്കണം. കാരണം അവർക്ക് നമ്മളെക്കുറിച്ചുള്ള വേവലാതികളും ആകുലതകളും ധാരാളം. നിങ്ങൾ നോക്കി, ആ പ്രസവിക്കണ കാലം മുതൽ നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചത് ആരാ? പ്രധാനമായിട്ടും നമ്മൾ ഉമ്മീപ്പിയല്ലേ. 2 വർഷക്കാലം ഉമ്മാന്റെ മുലപ്പാൽ, അമ്മിഞ്ഞപ്പാൽ എനിക്കും നിങ്ങൾക്കും നൽകി. അന്ന് എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഉമ്മ നമ്മളെ ലാളിച്ചിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളിപ്പോൾ ഉമ്മാക്കെതിരെ തിരിയുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വാക്ക് കൊണ്ടുപോലെങ്കിലും നോട്ടം കൊണ്ടുപോലെങ്കിലും ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് അതിൻ്റെ ശിക്ഷ നമ്മൾ ദുനിയാവും അനുഭവിക്കുക തന്നെ ചെയ്യും. അതിലൊരു തർക്കമില്ല. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ അതിൻ്റെ ശിക്ഷ ദുനിയാവും തന്നെ അനുഭവിക്കും. ഒരുപാട് ചരിത്രമുണ്ട്. ജുറൈജിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അറിയില്ലേ? അറിയില്ല. എന്നാൽ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞാൽ, ആരാ ജുറൈജ്? ഒരു വലിയ ആബിദായ വ്യക്തിയാണെന്ന, ധാരാളം നന്മ ചെയ്യുന്ന ആളാണ് ജുറൈജ്. അങ്ങനെ അദ്ദേഹം വീടും കുടുംബവും ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ കൂടുകയാണ്. നിസ്കാരവും നോമ്പും ഖുർആനുമായിട്ട്, അല്ലെങ്കിൽ ഇബാദത്തുമായിട്ട്. ഒരിക്കൽ ജുറൈജിൻ്റെ ഉമ്മ ജുറൈജിനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ജുറൈജ് നിസ്കരിക്കുക. ഉമ്മ കുറച്ചു നേരം കാത്തു നോക്കി. ജുറൈജിന് നിസ്കാരം കഴിഞ്ഞില്ല. ഉമ്മ സലാം പറഞ്ഞു. ജുറൈജ് സലാം അടക്കില്ല. ഉമ്മ കുറച്ചു നേരം കാത്തുന്നു. നിസ്കാരത്തിലായതുകൊണ്ട് ജുറൈജ് ഒന്നും ചെയ്തില്ല. ഉമ്മ തിരിച്ചു പോന്നു. രണ്ടാമത് ഉമ്മ ചെന്നു. അപ്പോഴും ജുറൈജ് നിസ്കരിക്കുക. ഉമ്മ സലാം പറഞ്ഞു, മടക്കില്ല. കുറച്ചു നേരം കാത്തു, നിസ്കാരം കഴിയണില്ല. ഉമ്മ തിരിച്ചു പോന്നു. മൂന്നാമത് ചെന്നപ്പോൾ ജുറൈജ് നിസ്കരിക്കുക. ഉമ്മ സലാം പറഞ്ഞു, ജുറൈജ് മടക്കില്ല. കുറച്ചു നേരം കാത്തിരുന്നു. നിസ്കാരം കഴിയാത്തപ്പോൾ ഉമ്മ തിരിച്ചു പോരാ. അപ്പം ഉമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ, എൻ്റെ മകനെ നീ ഒരു വേശ്യയുമായി ബന്ധിപ്പിച്ചു കൊണ്ടല്ലാതെ മരിക്കല്ലേ. ഒരു സ്ത്രീ ജുറൈജിനെ വ്യഭിചരിക്കാൻ വേണ്ടി പിന്നെ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ജുറൈജ് വ്യഭിചരിച്ചില്ല, വിട്ടുമാറി. പക്ഷെ ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി വ്യഭിചരിച്ചു. അവർക്ക് കുട്ടിയുണ്ടായി. പ്രസവിച്ചപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഇതിൻ്റെ വാപ്പ ആരാണ്? ഈ പെണ്ണ് പറഞ്ഞു, അവിടെയുള്ള ജുറൈജാണ് ഈ കുട്ടിയുടെ വാപ്പാന്ന്. നാട്ടുകാർ നേരെ ജുറൈജിൻ്റെ ആ ചെറിയ കുടില് തച്ചി തകർത്തു. ജുറൈജിനെ ആക്രമിച്ചു.
ജുറൈജിന് അന്ന് കുട്ടി തൊട്ടിൽ സംസാരിച്ച ഒരു സന്ദർഭം അത് കുട്ടി പറഞ്ഞു, എൻ്റെ വാപ്പ ജുറൈജ് അല്ല, മറ്റേ ആളാണ്. ഞാൻ പറഞ്ഞത് എന്തേ പ്രാർത്ഥന സ്വീകരിച്ച്? ഉമ്മ ജുറൈജിനെതിരെ, എൻ്റെ ഉമ്മ എനിക്കെതിരെ ഒരു വാക്കുമുണ്ടിയാൽ അതിനും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ല. നമ്മൾ കേവലം എക്സാം ആകുമ്പോൾ ഉമ്മനെ വിളിച്ചുമ്മ പ്രാർത്ഥിക്കുന്നു പറഞ്ഞതിനപ്പുറം എന്നും ഉമ്മനെ വിളിക്കാൻ പറ്റണം. നമുക്ക് ഉമ്മ ഉള്ളപ്പോഴേ നമുക്ക് ഉമ്മാൻ്റെ വിലയറിയും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ നമ്മളെ എല്ലാ ദഅ്വാ പ്രവർത്തനങ്ങളും ഉണ്ടെന്ന ആളാണ്. അവൻ്റെ ഉമ്മ ഒരു 6 മാസം മുമ്പ്, ഏകദേശം 4 മാസം മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണ്. ഒരു 4 മക്കളാണ്, 2 ആണും 2 പെണ്ണും. അവൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ശരിക്ക് ഓനെ മൂത്ത ആ കുട്ടി അവൻ്റെ ജീവിതം പക്ക മാറിയത് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ അത്രയ്ക്ക് ഇടപഴകുന്ന ആൾക്കാരാണ്. ഉമ്മ പോയാൽ നമ്മളെ മനസ്സിന് പല വേവലാതികളും വരും. ഉമ്മ ഉള്ളപ്പോഴേ പ്രിയപ്പെട്ടു ഇതിൻ്റെയൊക്കെ വില അറിയുള്ളൂ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇതൊരു സുഹൃത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു, കുറച്ചും. അങ്ങനെ ആ സുഹൃത്തിൻ്റെ ഉമ്മ എൻ്റെ ഉമ്മനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അവസാനം ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ വാപ്പയും മകനും തമ്മിൽ ചെറിയ പിണക്കത്തിലായിരുന്നു എന്നാണ്. അത് നന്നാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പിന്നെ വാപ്പ ഗൾഫിലായിരുന്നു. വിളി വരുന്നത് വാപ്പാൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ഉമ്മനോടും ഉപ്പനോടും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവരോട് വിളിച്ചു ചോദിച്ച് മാപ്പ് പറഞ്ഞോളി. ഉമ്മ ഇന്ന് മരിച്ചാൽ മരിക്കും, പറയാനും പറ്റൂല നമുക്കാർക്കും. എത്രയെത്ര മരണങ്ങളൊന്നും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ മൊബൈലിലേക്ക് അടുത്തത് വരുന്നൊരു ഫോണ് നമ്മുടെ ഉമ്മാൻ്റെ മരണത്തെക്കുറിച്ചാണെങ്കിൽ ഒരുപക്ഷെ നമ്മളാകെ തളരും. നാട്ടിൽ നിന്നൊരു വണ്ടി പുറപ്പെട്ടിട്ട് നമ്മളിവിടുന്ന് ആളുകൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെത്തുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു ഡാർപ്പായും അതിൽ കുറച്ച് ചെയറൊക്കെ ഇരിച്ചിട്ടുണ്ടാവും. നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും എണീറ്റിക്കും. തിരിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് കയറിയാൽ അവിടെ 3 കഷ്ണം തുണിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പൊതിഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമ്മൾ ആ ഉമ്മൻ്റെ നെറ്റിയിലും കവിളിലും ഒപ്പം ഉമ്മ വെക്കും. ഉമ്മ വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര വരും. ജീവിക്കുമ്പോൾ 18ഉം 20ഉം കൊല്ലം ആ അമ്മനോട് നമ്മൾ പറഞ്ഞ വാക്കുകൾ, ഉമ്മയോട് നമ്മൾ പറഞ്ഞ കളവുകൾ, ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചത് ഒക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ആ വരുന്ന കണ്ണീരുകൊണ്ട് അള്ളാൻ്റെ മുന്നിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഉമ്മ മരിച്ചാൽ എപ്പോഴും മരിക്കും, ഉറപ്പാണ്. ഉമ്മ എന്നല്ല നമ്മളും മരിക്കും. നമ്മൾ മരിച്ചാലും ഉമ്മാൻ്റെ മനസ്സിൽ നമ്മൾ ഉമ്മയോട് ചെയ്ത 1000 ദ്രോഹങ്ങൾ ഉണ്ടാകും. തിരിച്ച് ഉമ്മനെ കബറടിക്ക് എല്ലാവരും തിരിച്ചു പോന്നാലും ഉമ്മാൻ്റെ റൂം കാണുമ്പോൾ, ഉമ്മാൻ്റെ ചെരുപ്പ് കാണുമ്പോൾ, ഉമ്മാൻ്റെ വസ്ത്രം കാണുമ്പോൾ നമ്മളെ മനസ്സ് പടക്കും. പ്രിയപ്പെട്ടവരെ, ഉമ്മയുള്ള കാലഘട്ടത്തിൽ ഉമ്മയോട് നന്മ ചെയ്യാൻ നമുക്ക് പറ്റണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ടുപോലും അവർക്കൊരു വേദന ഉണ്ടാകരുത്. നമ്മൾ തീരുമാനിക്കുക, ഉമ്മ റബ്ബി ഫീ റിദൽ വാലിദ് വസഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദ്. ഉമ്മാന്റെ കോപം അത് അള്ളാന്റെ കോപം, ഉമ്മാന്റെ തൃപ്തി അത് അള്ളാന്റെ തൃപ്തിയാണ്. ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കി, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ഇടപാടിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ സംസ്കാരത്തിൽ നിങ്ങളെ അമ്മക്ക് ഉപ്പക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളോട് തൃപ്തി ഉണ്ട്. ഉമ്മാക്ക് ഉപ്പാക്ക് തൃപ്തി ഇല്ലെങ്കിലോ അള്ളാഹുവിന് നിങ്ങളോട് തൃപ്തിയില്ല, അതർത്ഥം. ശരിക്കും ആലോചിച്ചോളൂ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അത് ഹറാമായത് ഉമ്മാക്ക് തൃപ്തി ഇല്ലെങ്കിൽ അത് ഇരട്ടി കുറ്റം ഉണ്ടാവും. ഒന്ന്, ഹറാമ് ബന്ധമുള്ളതിൻ്റെ കുറ്റം ഉണ്ടാവും. 2, നമ്മളുടെ ഉമ്മാക്ക് തൃപ്തിയില്ലാത്ത പ്രശ്നം ഉണ്ടാവും. ഉമ്മാക്ക് തൃപ്തിയുണ്ടെങ്കിലും ഹറാമ് ബന്ധം അനുവദിക്കാൻ പറ്റില്ല, അത് വേറെ വിഷയം. പറഞ്ഞു വന്നത്, അവരെ നമ്മൾ വേദനിപ്പിക്കരുത്, അവരോട് നന്മ കാണിക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ മഹാനഷ്ടക്കാരാണ്. മഹാനായ സ്വഹാബി, അദ്ദേഹം ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂലായിരുന്നു എന്നാണ്. ഉമ്മ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പം കാരണം തിരിക്ക് എന്താ പറ്റി?
അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ ഉമ്മ എങ്ങാനും കഴിക്കണമെന്നാഗ്രഹിച്ച് എന്തെങ്കിലും ഒരു വിഭവം ഞാൻ അറിയാതെ ഭക്ഷിച്ചാൽ ഉമ്മാൻ്റെ മനസ്സ് വേദനിക്കൂലേ? നമ്മളമ്മ എപ്പോഴും ഫുഡ് കഴിക്കൽ കണ്ടുകണോ? ഞാൻ എന്നോട് ചോദിക്കുന്നത് നിങ്ങളോട് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അമ്മ എപ്പോഴും നമ്മളമ്മ ഭക്ഷണം കഴിക്കൽ, നമ്മളൊക്കെ തിന്ന പ്ലേറ്റ് കൂടിയും കഴുകി വെക്കാതെ ഭക്ഷണം കഴിച്ച മുള്ളു വരെ ടേബിൾ മറ്റി നമ്മളൊക്കെ എണീറ്റ് പോരും. നമ്മൾ റൂമിൽ പോയി ഉറങ്ങും. ആവും സാധു രാത്രി 10-12 മണിയായിട്ടുണ്ടാവും. നമ്മൾ തിന്ന വേസ്റ്റൊക്കെ വാരിയിട്ട് നമ്മുടെ പാത്രമൊക്കെ കഴുകി, ഇനി ഉമ്മാക്ക് എന്താ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ നമുക്ക് പാവം അവൾ ഹോസ്റ്റലിൽ വന്നാലേ അവിടെ നിന്ന് ഇപ്പോൾ എന്തും ഉണ്ടാവില്ലല്ലോ, ഞമ്മക്കറിയില്ലല്ലോ, ഉമ്മക്കറിയില്ലല്ലോ നമ്മളോട് ഒന്നും അൽഫാമും ഷവായി തിന്നണമെന്ന്. ഉമ്മൻ്റെ കണക്കിൽ നമ്മളോട് ഹോസ്റ്റലിൽ പട്ടിണിയാണ് എന്നാണ്. അങ്ങനെ ഉമ്മാൻ്റെ രൂപവും കൂടി നമുക്ക് എടുത്തു. ഞാൻ വെറുതെ പറയല്ല, ഞാനും ഹോസ്റ്റലിൽ നിന്ന ആളാണ്, ഇപ്പോഴും ഹോസ്റ്റലില്ല. 5ാം ക്ലാസ് മുതൽ ഇതുവരെ ഞാൻ ഹോസ്റ്റലില്ല. ഇടയ്ക്ക് 2 കൊല്ലം വീട്ടിലുണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ ഉമ്മ ഞാൻ ഹോസ്റ്റലിലാവുമ്പോൾ എന്നെ എങ്ങനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉമ്മ അത് അത്രക്ക് വലുതാണ്. അവരെ വേദനിപ്പിച്ചാൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ട് അല്ലേ, ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് മതി, നമ്മളെ ദുനിയാവും പോയി പരലോകവും പോയി. ഇന്നും ഹറമിലെ ഇമാമാണ് സുദൈസി. ഇതിൻ്റെ ചരിത്രം വിശ്വസിച്ചാൽ കാണാൻ പറ്റും അദ്ദേഹം എന്തുകൊണ്ട് ഹറമിലെ ഇമാമായി എന്നറിയും. ചെറുപ്പത്തിൽ ഉമ്മ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, പഠിച്ചോനെ എൻ്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണേ. നിങ്ങൾ നോക്കി, ഒരു മുശ്രിക്കാരാ, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്ത ആളാണ്. അവരോട് പോലും ഉമ്മയും ഉപ്പയും മുശ്രിക്കാണെങ്കിൽ പോലും വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, ദുനിയാവിൽ അവരോട് നീ ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ന്യായങ്ങളാണ് ഞാനും നിങ്ങളും. മീപ്പി മുശ്രിക്കായാലും പോലും ദുനിയാവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ദ്രോഹിക്കാൻ, അവരെ വേദനിപ്പിക്കാൻ, അവരെ ശകാരിക്കാൻ, നോട്ടം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എങ്ങനെ നമ്മളവരെ പ്രയാസപ്പെടുത്തും? അങ്ങനത്തെ വല്ലവരും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമ്മുടെ സ്വർഗം നമ്മുടെ മാതാപിതാക്കളിലാണ്. മഹാന്മാര് അവരുടെ ഉമ്മയിപ്പൊക്കെ മരിച്ച പൊട്ടി കരയുമായിരുന്നു എന്നാണ്. എന്തേ കാരണം? എൻ്റെ കൂടെ ഉമ്മ ഉണ്ടായപ്പോൾ ഉമ്മാക്ക് ഞാൻ വല്ലതും ചെയ്യാൻ വിട്ടുപോയോ എന്ന വേവലാതിയും പേടിയുമായിരുന്നു മഹാന്മാർക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ആലോചിക്കുക, നമ്മളും നമ്മുടെ ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉമ്മ മരിച്ചാൽ പിന്നെ നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. ഉമ്മ മരണപ്പെട്ടാൽ നമ്മൾ പിന്നെ എന്തൊക്കെ ഉമ്മാക്ക് വേണ്ടി നന്മ ചെയ്താലും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പോലെ ആവില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ നന്മ ചെയ്യാൻ, ഇഹ്സാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് ഇഹ്സാൻ ഇനിയും പറയാണ്ട് മാതാപിതാക്കളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഹദീസിന്റെ ബാക്കിയിലേക്ക് പോവാണ്. റസൂൽ പറയാണ്, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കൊല്ലണം. ഉദാഹരണത്തിന് ഖിസാസ്, പ്രതിക്രിയ നടപ്പാക്കണം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മാന്യമായി കൊണ്ടായിരിക്കണം കൊല്ലേണ്ടത്. ഫഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണ്, അപ്പോൾ പോലും ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ ആ മൃഗത്തെ അറുക്കേണ്ടത്. എത്രത്തോളം? വൽയുഹിദ് അഹദുക്കും ശഫറതുഹു വൽയുരിഹ് ദബീഹതുഹു, നിങ്ങൾ അറുക്കണ കത്തി ഉണ്ടല്ലോ, ആ കത്തിക്ക് പോലും നിങ്ങൾ മൂർച്ച കൂട്ടണം. എന്നിട്ട് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് നിങ്ങൾ റാഹത്ത് കൊടുക്കണം എന്നാണ്. നിങ്ങൾ നോക്കി, ഒരു അറുക്കാൻ പോകുന്ന മൃഗത്തിന് പോലും നന്മ ചെയ്യണം, അതിനോട് പോലും നിങ്ങൾ ഇഹ്സാന് കാണിക്കണം, അതിനെ പോലും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അനുയായികളാണ് ഞാനും. നമുക്കെങ്ങനെയാണ് പിന്നെ മറ്റൊരാളെ ദ്രോഹിക്കാൻ പറ്റുക? അറുക്കാൻ പോണ മൃഗത്തിന് പോലും നിങ്ങൾ കരുണ കാണിക്കണം. പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു മൃഗത്തിനെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റുക? മൃഗത്തിനല്ല, മനുഷ്യനെ ദ്രോഹിക്കാൻ പറ്റുക. ഒരു പൂച്ചനെ കെട്ടിട്ട് എൻ്റെ പേരിലൊരു സഹോദരി എവിടെയെന്നാ പറഞ്ഞ് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലോ? അത്രക്ക് നന്മ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം.
എങ്ങനെയാണ് ഈ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് പിന്നെ ഭീകരാക്രമണം ഉണ്ടാക്കാൻ പറ്റുക? എങ്ങനെ ഒരു മുസ്ലിമിന് ബോംബ് വെക്കാൻ പറ്റും? എങ്ങനെ ഒരു മുസ്ലിമിന് വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റും? ഒരു മുസ്ലിമിന് അന്യായമായിക്കൊണ്ട് ഒരാളെ എങ്ങനെ കൊല്ലാൻ പറ്റും? ഇസ്ലാം അനുവദിക്കണില്ല. ഉറപ്പിച്ചോളി. അങ്ങനെ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ല. ഇസ്ലാമിൽ പച്ചക്കരളുള്ള എന്തിനോട് പോലും കരുണ കാണിക്കണമെന്ന. ഒരു കുരുവിയെപ്പോലും നിങ്ങൾ അകാരണമായി കൊന്നാൽ പരലോകത്തേന് മറുപടി വരേണ്ടി വരും. ഒരു മൃഗത്തെ അകാരണമായി കൊലപ്പെടുത്തിയ, നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ മൃഗത്തിനെ ഭക്ഷിക്കാൻ വേണ്ടി കൊല്ലാം, കുഴപ്പമില്ല. പക്ഷെ അകാരണമായി കൊന്നാലോ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി വരണം. പിന്നെ എങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റും? ഒരു മനുഷ്യന്റെ കൈ വട്ട നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റും? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞമ്മക്ക് ഒരാളെ ദേഹത്തു നിന്ന് ഒന്നും എടുക്കാൻ അധികാരമില്ല. ഇവിടുത്തെ ഭരണകൂടത്തിന് അധികാരം ഉണ്ടാവും, ഒരിക്കൽ ചെയ്യാം. ഒരു മനുഷ്യനെ ഇവിടുത്തെ ഭരണം അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ ഏറ്റെടുക്കാൻ പറ്റൂല. ഇപ്പം നമ്മുടെ നാട്ടിൽ പല ആളുകളും കൊന്നോനെ ഇന്ന് ഇവിടെ കൊന്നാൽ 24 മണിക്കൂർ കൊണ്ട് തിരിച്ചു വിട്ടും. ഇസ്ലാമിൽ അതിനൊരു തെളിവില്ല കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് വരെ വായിച്ച വാർത്തകളുണ്ടാവും, കേട്ട വാർത്തകളിലുണ്ടാവും അല്ലേ? ഇവിടെ വെട്ടിയാൽ തിരിച്ച് 24 മണിക്കൂർ കൊണ്ട് തിരിച്ചു വെട്ടുക. ഇതേത് ഇസ്ലാമാ? പറ്റൂല. ഇസ്ലാമിൽ കൊന്നാൽ തിരിച്ചു കൊല്ലണം. അത് ആരാ കൊല്ലണ്ടേ? എൻ്റെ ബാപ്പനെ കൊന്നാൽ ഞാൻ തിരിച്ചു പോയി കൊല്ലണ്ടേ? അല്ല. ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് അവനാണ് തെറ്റ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തിരിച്ചുവല്ല. ഇവിടെ ഇന്ത്യൻ ഭരണകൂടത്തിലാണെങ്കിലോ ഇവിടെ ഇന്ത്യൻ കോടതി നിയമിക്കുന്ന ശിക്ഷ എന്താണോ അതേ ഓന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കോനെ കൊല്ലാൻ അധികാരമല്ല. ഇവിടെ ഒരാൾക്ക് നേരെ ആയുധം ചൂണ്ടിയാൽ മലക്കൾ തന്നെ ശപിക്കുന്ന. പിന്നെ എങ്ങനെ നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാത്തിനോടും നന്മയുള്ളവരായിരിക്കണം ഒരു മുസ്ലിം. നിങ്ങൾ നോക്കി, ഒരു സ്വഹാബത്ത് ഒരു കബറൊഴിക്കുക. കബറൊഴിക്കുമ്പോൾ അത് കുറച്ച് വളഞ്ഞിട്ടുണ്ട് ഇനി. അപ്പോൾ വളഞ്ഞ കബറായതുകൊണ്ട് റസൂലിൻ്റെ അടുത്ത് കൂടെ നിങ്ങൾ നേരെ കുഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബിയോട് പറഞ്ഞു, റസൂൽ അതൊരു ജൂതൻ്റെ കബറാണ്, അങ്ങനെ ഒന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. റസൂലിൻ്റെ മറുപടി അവരൊരു മനുഷ്യനാണ് എന്ന്. ആ നിലക്ക് പ്രിയപ്പെട്ടവർ, നമ്മൾ പൂർണ്ണമായിക്കൊണ്ട് എല്ലാവരോടും നന്മയുള്ളവരായി, എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നവരായി മാറിത്തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും വെറുപ്പും വിദ്വേഷവും ദേഷ്യവും പകയും കുശുമ്പും അസൂയയും ഒരു മുസ്ലിമിന് ചേർന്ന പണിയല്ല. എല്ലാവരോടും നന്മ ഉണ്ടാവണം. 2 നന്മ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് ഇനിയും പറയാനുണ്ട്. മാതാപിതാക്കളുടെ ബാക്കിയുണ്ട്, അയൽവാസികളുള്ള നന്മയുണ്ട്, കുടുംബക്കാരുള്ള നന്മയുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. എനിക്ക് ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ചുരുക്കി ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്, ഒരു മുസ്ലിം ആരാണ്? എല്ലാവരോടും നന്മ ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് അള്ളാഹിനോടുള്ള ഇഹ്സാൻ്റെ ഭാഗമാണ് അവനെ മാത്രം ആരാധിക്കുക, അവരോട് ഒരാളെ ആരാധിക്കാതിരിക്കുക. മാതാപിതാക്കളോട് ഒരിക്കലും പോലും കയർത്ത് സംസാരിക്കരുത്. നമ്മൾ തീരുമാനമെടുക്കുക എന്നും. ഇപ്പം നമുക്ക് നമ്മളെ ഉമ്മക്കാനൊന്നും പറ്റൂല, പക്ഷേ എന്നും 5 മിനിറ്റ് ഞാൻ എൻ്റെ ഉമ്മനെ വിളിച്ച് സംസാരിക്കും. അത് നമ്മളെ മാതാപിതാക്കൾക്ക് നൽകുന്ന ആശ്വാസത്തിലെന്നറിയാം. കാരണം അൽഹംദുലില്ലാഹ് എന്താ പറയുക, കിബറായിട്ടൊന്നും പറയല്ല, ഞാൻ എൻ്റെ ഉമ്മനെ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കുക. ഇന്നലെ എനിക്ക് രാവിലെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അമ്മനെ വിളിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തേ പറ്റി വിളിക്കാത്തത്, കുറച്ച് സമയമായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോ വിളിയും ഞാൻ വിളിക്കുമ്പോൾ ഇപ്പം നമുക്ക് സ്വാഭാവിക സൗണ്ട് മാറുമല്ലോ. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും എൻ്റെ അമ്മക്ക് തിരിച്ചറിയും, എൻ്റെ അമ്മക്ക് നല്ല ആരമ്മക്കും തിരിച്ചറിയും. നമ്മളെ സൗണ്ടിലൊരു വേരിയേഷൻ വന്നാലും പോലും നമ്മളമ്മ തിരിച്ചറിയും. നമ്മളമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എക്സാമാണ്, ഒരു കുന്തം പഠിച്ചിട്ട് മനസ്സിലാണില്ല, ആർക്കതൊക്കെ എളുപ്പമാക്കി തരാൻ പറ്റിയ അള്ളാക്കാം. അമ്മക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അമ്മ കേൾക്കും, അല്ല കേൾക്കും. അല്ല കേട്ടാൽ നമുക്ക് പരീക്ഷ എളുപ്പം. ആ നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളും അതുപോലെ തന്നെ ഉപ്പയും. ഒരുപക്ഷെ ഉപ്പ നമ്മുടെ മുമ്പിൽ കരണ്ടത് നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടാവില്ല. ഉപ്പൊക്കെ നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ എത്രയെന്നറിയും. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പൻ്റെ കരച്ചിൽ. ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന്, DD സെൻ്ററിൽ നിന്ന് കുട്ടികളങ്ങോട്ട് പോയാൽ വാപ്പ പൊട്ടി കരയും. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. വാപ്പ കരയെന്ന് ഞാൻ ചിന്തിച്ചു, മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടാ. മകൻ്റെ മുമ്പ് മകളെ മുമ്പ് ഉമ്മയും അപ്പയും കരയില്ല.
നിങ്ങളില്ലാത്തപ്പോൾ, ഞാനില്ലാത്തപ്പോൾ, നിങ്ങളില്ലാത്തപ്പോൾ നമ്മുടെ ഉപ്പയും നമുക്ക് വേണ്ടി കരയുന്നുണ്ട്. നമ്മുടെ ഉപ്പാന്റെ മനസ്സും നമുക്ക് വേണ്ടി പിടക്കുന്നുണ്ട്. ആ ചിന്ത ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ സഹവർത്തിക്കുന്നവരായി, എല്ലാവരോടും നന്മ ചെയ്യുന്നവരെ മാറ്റി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനകത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീനാ ജമീഅ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ലല്ലോ? ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.